ഹായ് ഗൈസ്, നമ്മുടെ കയ്യിൽ ഈ ഇരിക്കണതാണ് ഹോട്ട് വീൽസിൻ്റെ PKs എന്ന് പറഞ്ഞ സീരീസാണ് നമ്മളെടുത്തിട്ടുള്ളത്. ഇത് അൺബോക്സ് ചെയ്ത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൽ ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാറുകൾ ഇതിലുണ്ട്. അപ്പോൾ നമ്മുടെ PKs നമുക്കൊന്ന് അൺബോക്സ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. കുറേ അധികം നല്ല കാസ് PKsൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഹോട്ട് വീൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെറുതിന്ന് ആദ്യം തുടങ്ങാം. നോക്കിയേ, ഇതൊക്കെ ഓൾറെഡി നമ്മുടെ ഇതിന് മുമ്പത്തെ സീരീസിലൊക്കെ വന്ന കാസാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള കാസ് മാത്രം ഞാൻ നിങ്ങളെ എടുത്ത് പറഞ്ഞ് കാണിച്ചു തരാം. ഇപ്പോൾ ചില കാസൊക്കെ ഇതിൽ രണ്ടെണ്ണം വെച്ചുണ്ടാവും. നിങ്ങൾ കണ്ടില്ലേ, ഇത് നമ്മുടെ മഡ്സയുടെ RX3 ആണ്. അത് രണ്ടെണ്ണം ഉണ്ട്. ഇത് ഈ സീരീസിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാസാണ് ഇതൊക്കെ. പക്ഷെ ഇതൊന്നുമല്ല, ഇതിൻ്റെ അകത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു കാർ എനിക്ക് കിട്ടി. അത് ഞാൻ നിങ്ങളെ കാണിച്ച് ഇപ്പം തരില്ല. ഞാൻ നിങ്ങളെ വെയിറ്റ് ഇത് വെക്കട്ടെ. ഇത് നോക്കിയേ, സുപ്ര മാർക്ക് 4 ഗ്രീൻ കളർ. ഇത് നമ്മുടെ PKസിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അട്രാക്ഷനുള്ള കാസ് മാത്രം ഞാൻ കുറച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ വെക്കാം. നോർമലായിട്ട് ഇതിന് മുന്നേ വന്ന കാസൊക്കെ നമുക്ക് നോർമലി വെക്കാം. ഇതൊക്കെ ഇതിൻ്റെ അകത്തുള്ള 3 കാറും ഇതിന് മുന്നേ വന്നതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് ഇവിടെ ഇങ്ങനെ വെക്കാം. ഓരോ കാസായിട്ട് കാണിക്കുമെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. പിന്നെ പോർഷയുടെ തന്നെ ഇതൊരു കീ ചെയിനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഒരുപാട് ആൾക്കാർ കീ ചെയിനായിട്ട് ഉപയോഗിക്കുന്നൊരു സാധനം നമുക്ക് ഇവിടെ വെക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എടുക്കുന്നതാണ്. അപ്പോൾ ചിലതൊക്കെ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്, ചിലതൊക്കെ ഓരോന്നേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഓൾറെഡി വന്നതായതുകൊണ്ട് നമുക്ക് ആൾക്കാർക്ക് കൂടുതലും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ കാസൊക്കെ വേറെ ആൾക്കാർ എടുക്കുമായിരിക്കും കിട്ടാതെ. പോർഷയുടെ പോർഷ 911 ഡക്കാർ എഡിഷൻ. ഇത് ഓൾറെഡി നേരത്തേലുള്ളതാണ്. പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് മഡ്സ നേരത്തേലുണ്ട്. പക്ഷേ ഈ ഒരു സീരീസ് ഇല്ല, ഇത് വേറൊരു സീരീസാണ്. ഓൾറെഡി വന്നതൊക്കെ ഞാൻ മാറ്റി. പിന്നെ കുറച്ച് ഫാൻസി കാസ്. ഇതിൽ ഹോണ്ടയുടെ ഇത് വേറെ ഇതിലൊന്നും വന്നിട്ടില്ല, ഇതിൻ്റെ അകത്തുള്ളതാണ്. കണ്ടോ, ഡീറ്റെയിലിങ് നോക്കിക്കോണ്ട്. ബാക്കിയൊക്കെ കുറച്ചൊക്കെ നമ്മുടെ ഇത് കീ ചെയിൻ തന്നെ ഇതിൻ്റെ അത് 2 ഉണ്ട് കേട്ടോ. ഫുൾ ബോക്സിൽ 2 കീ ചെയിൻ ഉണ്ടാവും. പിന്നെ ടെസ്ല ഇതിന് മുമ്പത്തെ ഉണ്ടായിരുന്നോ? ഇല്ല ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ നമുക്ക് സെൻറ്ററിലാണ് നമ്മളെല്ലാം മെയിൻ റെയർ കാസും വെക്കണത്. പിന്നെ ബാറ്റ്മാൻ്റെ ഇതിന് മുമ്പിൽ ബാറ്റ് മൊബൈലിലേക്ക് ബ്ലാക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ബ്ലൂ ആണ് നമ്മുടെ ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരാത്ത മോഡൽസ്, കഴിഞ്ഞ കേസിൽ വരാത്ത മോഡൽസ്, മെക്ലറിൻ്റെ P1, പിന്നെ ഫോർഡിൻ്റെ തന്നെ പോർഷെ 904 കരേര. ഇത് നേരത്തേലുണ്ടായിരുന്നു, പക്ഷേ വേറെ കളറായിരുന്നു. ഇപ്പോൾ ഇതിൽ പുതിയ കളർ വന്നിട്ടുണ്ട്. ഇത് നേരത്തേൽ വന്നിട്ടുണ്ട്, നിസാൻ്റെ GTR R35. ഡീറ്റെയിലിങ് അടിപൊളിയായിരിക്കട്ടെ. ഇതിപ്പോൾ അറിയാലോ, ഹോട്ട് വീൽസിന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇത് നമ്മൾ ഒരാൾക്കാർ ഇത് ടെസ്ല 2 വരുന്നുണ്ട് കേട്ടോ. ടെസ്ല ഇപ്പോൾ 2ാമത്തേണ്. അതുപോലെ ബാറ്റ് മൊബൈൽ 2 വരുന്നുണ്ട്. പിന്നെ ഇതൊരു ഫാൻസി കാറാണ്, നമുക്ക് മാറ്റാം. പിന്നെ അടുത്ത കേസിൻ്റെ ഉള്ളിൽ ഒരു ലെയർ കഴിഞ്ഞു, അടുത്ത ലെയർ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ തുടങ്ങാം. ഡക്കാർ 2 ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ നിസാൻ്റെ സ്കൈലൈൻ GTR, ഇതിന് മുമ്പ് വന്ന മോഡൽ സെയിം തന്നെയായിരുന്നു കേട്ടോ. ഇത് 2 നമ്മൾ വെച്ചിട്ടുണ്ട്. ട്രഷർ ഉണ്ട് കേട്ടോ മോനെ. അല്ല ട്രഷർ ഉണ്ടല്ല. അപ്പോൾ ഇതിന് മുമ്പ് വരാത്ത ഗോൾഡൻ മുറ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നിങ്ങൾ നോക്കിയാൽ ഇതൊരു മെക്ലറിനൊക്കെ പോലത്തെ സൂപ്പർ ഹൈപ്പർ കാറാണത് കണ്ടിട്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതൊരു ഷെവർലയുടെ ഇത് വരുന്നുണ്ട്. പിന്നെ നിസാൻ്റെ സ്കൈലൈൻ 2 വരുന്നുണ്ട് നമ്മുടെ ഈ ബോക്സിൽ. അപ്പോൾ ഒരു ഓഫ് റോഡർ കാറുണ്ട്. ഇതൊക്കെ പുതിയ സീരീസിൽ വന്നതാണ്. അപ്പോൾ മെയിൻ ലൈൻ കാസെല്ലാം ഞാൻ ഇവിടെ വെക്കാണ്. ഫാൻസി ഇതിൻ്റെ അകത്ത് കുറച്ച് മിക്സ് ഉണ്ട്. ഇതിൽ കുറച്ച് ഫാൻസി മാത്രമാണ് ഞാൻ ഇത് ചെയ്യണത്. പിന്നെ ഡോഡ്ജിൻ്റെ വൈപ്പർ, പണ്ടത്തെ നീഡ് ഫോർ സ്പീഡിലൊക്കെ ഫേവറേറ്റ് കാറിൽ ഒന്നാണിത്. പിന്നെ നേരത്തേലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പഴയ കേസിലൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ യൂണിമോഗിൻ്റെ ഗ്രീനൊക്കെ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ അതൊരു ഓറഞ്ച് യൂണിമോഗ് വരുന്നുണ്ട്. പിന്നെ വേറൊരു സംഭവം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതെല്ലാ കേസിലും കിട്ടാൻ ഭയങ്കര റെയറാണ്. ഓക്കെ, ഹുറാക്കേൻ്റെ ലംബോർഗിനി. ഇതെല്ലാ കേസിലും ഉണ്ടാവില്ല, ചില കേസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സാധാരണ ഇത് ട്രഷറണ്ടാണ് വരുന്നത്, പക്ഷേ ഇതിൻ്റെ അകത്ത് ട്രഷറണ്ടല്ല, നോർമലായിട്ടാണ് ഹുറാക്കാൻ വന്നിരിക്കുന്നത്. എല്ലാ ബോക്സിലും ഇതില്ല കേട്ടോ, ചില ബോക്സിൽ മാത്രമേ ഉണ്ടുള്ളൂ. ഇപ്പോൾ 4 ബോക്സ് ഒക്കെ പൊട്ടിക്കുമ്പോൾ ഒരു ബോക്സിലൊക്കെ ഈ ഹുറാക്കാനുള്ളൂ. പിന്നെ നമുക്ക് ഹോണ്ടയുടെ S800, ആസ്റ്റിൻ മാർട്ടിൻ, ഇത് ജമാക്ക് എന്ന് പറഞ്ഞ മോഡലാണ്. പക്ഷേ ഹോട്ട് വീൽസ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മേളിലാണ് അവർ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്തൊരു ബൈക്ക് വരുന്നുണ്ട്, ചെറിയൊരു ബൈക്ക്.
നമുക്കിത് നോക്കാം. ഇത് ഫാൻസി ഒരു F1 കാർ. ഇതിന് മുമ്പത്തേതിലുണ്ടായിരുന്നു, ഇതൊക്കെ ഇതിന് മുമ്പത്തേൽ വന്നിട്ടുണ്ട്. അപ്പോൾ കിട്ടാത്തവരുണ്ടെങ്കിൽ കളക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. പിന്നെ ഷെവി, പിന്നെ ഇതും ഇതിന് മുമ്പിൽ വന്നിട്ടുണ്ട്. പിന്നെ BMW ഇതിന് മുമ്പത്തെ കേസിലുണ്ടായിരുന്നത് M3 വാഗൺ. ഇത് സൂപ്പർ ട്രഷർ ഹണ്ടല്ല, നോർമൽ ട്രഷർ ഹണ്ട് തന്നെയാണ്. പക്ഷേ ഇതിൽ ആ ഒരു ഇതില്ല, ലോഗോ ഉണ്ടെങ്കിൽ ഇത് സൂപ്പർ ട്രഷർ ഹണ്ടാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ഫാൻസി വരുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മളെടുത്ത ഫോർഡിൻ്റെ വണ്ടി, പിന്നെ ഷെവി, പിന്നെ സമാക്ക്, ആസ്റ്റിൻ മാർട്ടിൻ്റെ 2 എണ്ണം വരുന്നുണ്ട്. നേരത്തെ ഞാൻ നിങ്ങളൊരെണ്ണം കാണിച്ചായിരുന്നു, എക്സ്ട്രാ നമുക്ക് ഒരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതും ഷെവിയുടെ തന്നെയാണ്. ചില കാസൊക്കെ ഞാൻ പറഞ്ഞില്ലേ 2 എണ്ണം ഉണ്ടാവും. ഇതിവിടെ കുറച്ച്. പിന്നെ നമുക്ക് മോട്ടോർ ക്രോസ്, ഇതൊക്കെ ഇതിന് മുമ്പ് വന്നിട്ടുള്ളതാണ്ടോ. പിന്നെ നമുക്ക് ബോക്സ് മാറ്റാം, കുറച്ചും കൂടെ വെക്കാനുണ്ട്. ഫാൻസി കാറ്. പിന്നെ നിങ്ങൾക്ക് ഇതിന് മുമ്പ് വന്നത് തന്നെയാണ് ലംബോർഗിനി. പിന്നെ ഫോർഡിൻ്റെ GT. പിന്നെ ഒരു നല്ല ഷെവിയുടെ ഇംബാല, അത് നല്ല ഫാൻസി ആയിട്ട് കളർ ചെയ്തിട്ടുണ്ട്. ഷെവിയുടെ ഇംബാല ഇതൊരു ട്രഷർ ഹണ്ടാണ്, അല്ല നോർമൽ ട്രഷർ ഹണ്ടാണ്. നോക്കിയോ, ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ട്രഷർ ഹണ്ടിൻ്റെ ഇത് കാണാം. ഇത് കിഡിലൻ ലുക്കാണ്ട വണ്ടി കാണാൻ, ഭയങ്കര ഫാൻസി ആയിട്ട് ഉള്ള പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നോർമലായിട്ട് പണ്ട് വന്നുകൊണ്ടിരുന്ന, കഴിഞ്ഞ കൊല്ലമൊക്കെ വന്നുകൊണ്ടിരുന്ന സൂപ്പർ ഇടാൻ അതിൻ്റെ മേളിൽ കുറച്ച് അവരൊരു ഫ്ലെയിംസ് ഒക്കെ കൊടുത്തൊരു മോഡൽ, കളറിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. പിന്നെ 2 എണ്ണം ഫാൻസിയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഞാനിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മുടെ PKസിൽ കിട്ടിയ കാശെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളൊരു റൗണ്ട് അടിച്ചിട്ട് വാ. അപ്പോൾ ഇതാണ് PKസിലെ കളക്ഷൻ. അപ്പോൾ ഇനി പുതിയ കളക്ഷൻസ് വരുമ്പോൾ ഞാൻ നമ്മളുടെ വീഡിയോസിൽ കൂടെ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി ഗൈസ്, ബൈ.